അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുബായിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ളൊരു യാത്രയിലാണ് കേട്ടോ. സുബഹി നിസ്കാരം കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ടാണ് യാത്ര എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്കൊന്നും അത്ര പരിചയമില്ലാത്ത ഒരു ഐലൻഡിലേക്കാണ്. പേർഷ്യൻ ഗൾഫിലെ ഇറാനിൽ പെട്ട ഒരു ഐലൻഡാണ് കിഷ്. പക്ഷേ ഈ പ്രവാസികളായ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഈ കിഷ് ഐലൻഡ് പരിചിതമാണ്. ഒരിക്കലെങ്കിലും ചിലപ്പോൾ ഒരു വിസ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ അവരങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവാം. ഞാനിന്ന് എന്തായാലും ആ ഒരു ഐലൻഡിലേക്കാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത്. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ഞാനിപ്പോൾ ബർദുബായിലാണ് ഞാൻ താമസം. അപ്പോൾ ഇവിടുന്ന് ഷറഫ് DJ മെട്രോ കയറി യൂണിയനിൽ നമുക്ക് ട്രാവൽസിൻ്റെ ഇതിൽ ജബലലിയിലുള്ള അൽ മക്തൂം എയർപോർട്ടിൽ നിന്നാണ് ഇന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഏകദേശം 11:45-നാണ് ഫ്ലൈറ്റ് ടൈം. ആ ഒരു സമയമാകുമ്പോഴേക്ക് എയർപോർട്ടിലെത്തണം. അതിന് മുമ്പേ 2 മണിക്കൂർ മുമ്പ് എത്തണം. അതാണ് രാവിലെ തന്നെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ കിഷ് ഐലൻഡ് മലയാളത്തിൽ പോലും കൂടുതൽ വ്ളോഗ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്കെന്ത് ചെയ്യുക, കുറച്ച് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിൽ പരിചയപ്പെടാം കേട്ടോ. എനിക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിതമായ നിരക്കിൽ സർവീസ് തന്നത് ഞങ്ങളുടെ ഒരു പരിചയക്കാരൻ്റെ ഒരു സ്ഥാപനമാണ് കേട്ടോ. നൈഫ് വെസ്റ്റ് ഹോട്ടലിൻ്റെ അടുത്തുള്ള പേഷൻ എന്ന് പറയുന്ന ഒരു ട്രാവൽസിൽ നിന്നാണ് ഞാൻ യൂണിയനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മെട്രോ ഒക്കെ നല്ല തിരക്കാണ്. രാവിലെ 6 മണിക്ക് മെട്രോ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എന്താ പറയുക, ഈ വിദൂരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങും. അപ്പോഴാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 8:30 ആകുമ്പോൾ ഓഫീസിലെത്താൻ പറ്റുക. പോട്ടെ, ആ വിഷയവും പിന്നെ മെട്രോനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയ ഒരു വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അങ്ങനെ ഞാൻ യൂണിയനിലെത്തി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെയാണ് നമ്മൾ ബസ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഇന്ത്യക്കാരായ ഒരുപാട് ആളുകളുണ്ട്. അതോടൊപ്പം ശ്രീലങ്കക്കാരുണ്ട്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. 2-3 മലയാളികളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അതൊരു സമാധാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കിഷ് ഐലൻഡിലേക്ക് പോകുമ്പോൾ വളരെ ആശങ്കയോടു കൂടിയാണ്. എനിക്ക് കിഷ് ഐലൻഡിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. പിന്നെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നപ്പോൾ, കിഷിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ, എന്താണ് കിഷ്, എന്താണ് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെ മനസ്സിലാക്കിയ ഒരു അറിവ് മാത്രമാണ് പിന്നെ കിഷ് ഐലൻഡിനെ കുറിച്ചുള്ളൂ. നല്ലൊരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. ചെറിയ ഒരു ദ്വീപാണ്. കാരണം ഏകദേശം ഒരു 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് അവിടുത്തെ റെസിഡൻസി ആയിട്ട് താമസിക്കുന്നുള്ളൂ. പിന്നെ ഏകദേശം 10-12 ലക്ഷത്തോളം ആളുകൾ, അതിലധികം ആളുകൾ അവിടെ വന്നു പോയിട്ടുണ്ട്. 12 മില്യൺ അങ്ങനെ എന്താണ് കണ്ടത്, വന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കെന്ത് ചെയ്യാം, മുസാഫിർ ഓഫ് ദിന്നിയുടെ തുറന്നുള്ള ദിവസങ്ങളിൽ ഒരു കിഷ് ഐലൻഡ്, മലയാളീസുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളികളായ വ്ളോഗേഴ്സൊന്നും അവിടെ ഒരു നല്ലൊരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു കാലത്ത് മലയാളീസായ നമ്മളെ ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു, പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ ഈ കിഷ് ഐലൻഡ് നല്ല പരിചയമാണ്. കാരണം വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പോയി വരാനൊക്കെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പഴയ പ്രവാസികളൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വേൾഡ് മലയാളി ഗ്രൂപ്പിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കിഷ് ഐലൻഡിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവിടെ നമ്മളെ മലയാളി റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. പിന്നെ 2004, 2005 ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 2004 ഒരു വലിയൊരു അപകടം നടന്നിട്ടുണ്ട് ഈ കിഷ് ഫ്ലൈറ്റ് ഷാർജയിൽ വെച്ചിട്ട്, ഷാർജ അജ്മാൻ ബോർഡറിൽ. പലരും എന്തിട്ടുണ്ടാവും, നമ്മൾ ഈ വീഡിയോ കാണുന്ന പലരും ആ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ആ രംഗം നേരിട്ട് കണ്ട ആളുകളൊക്കെ ഉണ്ടാവും. ഞാനൊരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ ആ ഒരു ദയനീയ രംഗങ്ങൾ നേരിട്ട് കണ്ട ആളുകൾ, ആ സ്ഥലം സന്ദർശിച്ച ആളുകൾ, പിന്നെ ആ വിമാനത്തിൽ യാത്ര ചെയ്ത പിന്നെ യാത്രക്കാരുടെ സുഹൃത്തുക്കൾ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ആ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2004 ശേഷം കിഷിലേക്ക് പോകാന്നുള്ളത് പലർക്കും എന്താണ് ഒരു പേടിയാണ്. ചില അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി തോന്നും. കാരണം ഞാൻ കിഷിനെ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് ടിക്കറ്റ് എടുത്ത ശേഷമാണ് എന്താണ് കിഷ് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടി തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബസ്സിലേക്ക് കയറണം. ബസ്സിലേക്ക് കയറുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ നമുക്ക് ബസ്സിലേക്ക് കയറാം. എന്തായാലും തിരക്കാകുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറാമെന്ന് വിചാരിക്കുന്നത്. പെട്ടിയിൽ സാധനമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് സേഫായിട്ട് പോവാൻ കയറി. അപ്പോൾ സമാധാനം, തുടക്കം തന്നെ സമാധാനത്തിൻ്റെതാണ്.
ആയിരിക്കാം, എന്നാലും നമുക്കൊന്ന് സംസാരിക്കാനും ഒക്കെ ഒരുപാട് മലയാളീസ് ഉണ്ട്. എന്നാലും എന്താ പറയുക, ഒരു നല്ലൊരു കൂട്ടുകാരനെ കിട്ടി. പേര് ഷാനിദ്, കാസർഗോഡുകാരനാണ്. പിന്നെ ചേട്ടൻ എവിടെയാണ്? കാസർഗോഡ്. അപ്പോൾ കാസർഗോഡുകാരാണല്ലോ കൂടുതൽ. പിന്നെ ആദ്യമായിട്ടാ ചേട്ടാ? ആദ്യമായിട്ടാ? എന്താ പേര്? അനിൽ. എല്ലാവരും ആദ്യമായിട്ടാണ് കേട്ടോ. ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടി ഉണ്ടെങ്കിൽ തമാശ ഉണ്ടായിരുന്നല്ലേ. പിന്നെ അങ്ങനെയാണല്ലോ ഓരോന്ന് എക്സ്പീരിയൻസ് ആയത്. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത കേട്ടോ, കിഷ് ഐലൻഡ് മലയാളം എന്ന്. ആകെ ഒരു വീഡിയോ ആണ് കാണുന്നത്. അതും മൂപ്പര് സംസാരിക്കുകയാണ് പോയ അനുഭവങ്ങൾ, അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പാണത്. അതിനുശേഷം നമുക്കൊന്നും ഒരു മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ കാണാനില്ല. പിന്നെ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ കിഷ് പോകുന്ന വിഷയം വന്നപ്പോഴാണ് ഞാൻ ഈ ഗൂഗിളും യൂട്യൂബിലൊക്കെ ഈ കിഷിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ഇറാൻ പാകിസ്ഥാൻ സംഘർഷം ഫുള്ള് യുദ്ധത്തിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഇതേണ്ട ഈ ഹൂത്തി ആക്രമണം, ഇതെല്ലാം ഇറാനിൽ നടക്കുന്ന ആക്രമണങ്ങളാണ്, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഇറാൻ്റെ ഏതോ ഭാഗത്ത്. അപ്പോൾ തവക്കൽത്തോലല്ല എല്ലാം. എന്താ പറയുക, പലരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടത്തേക്ക് പോകാൻ പേടിക്കുന്നുണ്ടല്ലേ, കിഷിലേക്ക് പോകാൻ പേടിക്കുന്നുണ്ട്. കാരണം ആ 2004 ഉണ്ടായ ആ ഫ്ലൈറ്റ് അപകടം, അപ്പോൾ അത് ഇന്നും പലരുടെയും മനസ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, പേടി വിട്ടുപോയില്ല. പിന്നെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ചെറിയൊരു ഫ്ലൈറ്റാന്ന് തോന്നുന്നു, കിഷെയർ എന്ന് പറയുന്ന. അതുകൊണ്ട് തന്നെ ആരും മലയാളത്തിൽ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുസാഫിർ ഓഫ് ദുനിയ ഫ്രൈമിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വിശാലമായിട്ട് എല്ലാ കാര്യങ്ങളും കിഷ് ഐലൻഡിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റും. പരമാവധി എന്താ ചെയ്യുക, കവർ ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 3 ദിവസം മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ പറ്റുന്നിടത്തൊക്കെ ഒന്ന് പോകാം. പിന്നെ അവിടുത്തെ ഭക്ഷണം അതുപോലെ ആളുകളുടെ ജീവിത രീതി ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. പിന്നെ